ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്ന ഒരു മാക്രോണി മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മാക്രോണി മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 3 കപ്പോളം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പരസ്പരം ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാക്രോണി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 1 കപ്പോളം മാക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവായിട്ട് വരട്ടെ. ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവായിട്ട് വരട്ടെ. അപ്പോൾ അതാ ഒരു 90% ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കുക്കായി വന്നാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം മാറ്റിയെടുക്കുന്ന ടൈമിൽ നമ്മൾ ഒന്ന് കുറച്ചും കൂടി ഒരു പച്ചവെള്ളം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടാണ്ട് ഇങ്ങനെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചെറുതായി ചുവപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് വയന്ന് വന്നാൽ പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതും കൂടി ഒന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ അതായത് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിത് അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളി ഞാനിതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതങ്ങ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തക്കാളി മാത്രമായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ള കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ആ ഒരു തക്കാളിയുടെ പച്ചച്ചുവൊക്കെ ഒന്ന് പോകുന്നവരെ കുറച്ച് ടൈം നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയേ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇപ്പോൾ അതെല്ലാം കൂടെ കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ അങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിതാ ഒരു 1/4 കപ്പോളം ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം തന്നെ ക്യാപ്സിക്കം കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടൈം ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ അങ്ങ് വഴറ്റിയെടുത്താൽ പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ചില്ലി ഫ്ലേക്സ് ആട്ടോ എടുത്തിട്ടുള്ളത്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1/4 ടീസ്പൂണോളം തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നവരെ അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കനൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ആട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ കൈവച്ചിട്ട് ഒന്നങ്ങ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്താ വെച്ചാൽ ഈ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 1/4 കപ്പോളം പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ പാല് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ മാക്രോണി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ എന്താ വെച്ചാൽ ചിക്കൻ സ്റ്റോക്കിലും അതുപോലെ നമ്മൾ കുറച്ച് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ ഉപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് ആട്ടോ എടുത്തിട്ടുള്ളത്, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം കേട്ടോ, 1 ടീസ്പൂണോളം സോയാ സോസ് എടുത്തിട്ടുള്ളൂ, അതും കൂടി ഞാൻ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് 1-2 മിനിറ്റോളം ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്
ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു പിടിയോളം മല്ലിയിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാക്രോണി മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മളിതിലേക്ക് ചിക്കനോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.